ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതായിട്ടൊരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് അങ്ങനെ പറഞ്ഞാൽ മതിയില്ലേപ്പ. ഈ പപ്പ ഉണ്ടല്ലോ, ഈ പപ്പയാണ് എൻ്റെ അടുത്ത് എന്നെ ടൂർ കൊണ്ടുപോകാൻ പറഞ്ഞു പപ്പ. എന്നിട്ട് 1 ഡേ ട്രിപ്പിൽ ഒതുക്കി കളഞ്ഞു. സൺഡേ കാശ് എങ്ങനെ കളയാം എന്നുള്ള പ്ലാനുമായിട്ട്. കാശ് എങ്ങനെ കളയാന്നല്ല, വെക്കേഷൻ ആയിട്ട് ഇതുവരെ ഒരു ടൂറും പോയില്ല. അപ്പൊ മെയ് എവിടെ പോയി? ലുലുമാള് പോയി, മറൈൻ ഡ്രൈവ് പോയി. ഇതാണ് ടൂറ് പറഞ്ഞ് റിസോർട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്നതാണ് ടൂർ അല്ലേ? എന്ത് നിങ്ങൾ അവര് പറയട്ടെ. അപ്പൊ എറണാകുളത്ത് പോയതോ, മറൈൻ ഡ്രൈവില് പോയതോ, ലുലുമാളില് പോയതോ, തൊമ്മൻകുത്ത് പോയതോ, വാട്ടർഫോൾസ് കണ്ടതോ? ഇനി പോകും ഗൈസ്, കൊറേ പൊക്കോണ്ടിരുന്നോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ടൂറാണ് പോകുന്നത്. എങ്ങടാ വെച്ചാൽ പാലക്കാട് മാംഗോ കൗണ്ടി ഒരു റിസോർട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഈവനിങ്, ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഒരു ഈവനിങ് 5 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്ത് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിങ്ങനെ വരുന്നതാണ് വ്ളോഗ്. അത്ര തന്നെ. ഇനി ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കണം. ഇതാ എൻ്റെ അനിയനാണ് ഷാറോൺ, അതെൻ്റെ പപ്പ, അത് മമ്മി. അപ്പോൾ നമ്മളിനി ഇത് ബാഗൊക്കെ എടുത്ത് കാറിൽ വെക്കട്ടെ. എല്ലാവരും റെഡി ആവുന്ന തിരക്കിലാണ്. ഗേറ്റ് പറഞ്ഞിട്ടില്ല. അതിന് മമ്മീൻ്റെ മേക്കപ്പ് ബോക്സ് എടുത്ത് വെക്കാന്ന് ഗൈസ്. അപ്പം നമുക്ക് ഇതൊന്നും ഗേറ്റ് തുറക്കണം. ഇതുവരെ തുറന്നില്ല. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ആയതുകൊണ്ട് ആരും പോയില്ല. കാണാവോ? സൺഡേ ആയതുകൊണ്ട് ആരും പോയില്ല. ഞാൻ ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറന്നു. നമ്മുടെ കാർ റെഡിയായി കിടപ്പുണ്ട്. പപ്പ ഷൂ ഇടപ്പാ. പപ്പയ്ക്ക് ഷൂ ഇടാൻ തന്നെ വേണം 1/2 മണിക്കൂർ. ഇനി മമ്മീൻ്റെ മമ്മി മേക്കപ്പ് കഴിഞ്ഞോ? മേക്കപ്പ് എന്നാ ബോക്സിങ് താ. ആ ബോക്സ് എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് ബാഗ് കൊണ്ടുവെക്കാൻ. വേണ്ട, സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. റോസ് ഗാർഡനിൽ നിന്ന് ഒരാള് മാപ്പ് പറയുന്നു, ഒരാള് വണ്ടി ഓടിക്കുന്നു, ഒരാള് ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാ പറയുന്നു. നമ്മൾ 3 പേരും ഇന്ന് വൈറ്റാ. കാറും വൈറ്റാ, 4 പേരും വൈറ്റാ. മാംഗോ കൗണ്ടിൽ നമ്മൾ എത്തി. അല്ല, എത്താറായി. എത്തിയോ അമ്മ? എത്തിയോ? ഈ ലെഫ്റ്റ് കൂടി കഴിഞ്ഞാൽ എത്തി. നിങ്ങൾക്ക് പാടം കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര അടിപൊളി നേച്ചർ. ഭയങ്കര വെയിലൊക്കെ. എനിക്ക് എന്റെ കാണുന്നില്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഈ സന്തോഷത്തിന്റെ മേളിൽ കയറുന്നിട്ട് വീടെടുക്കുന്നത്. ഭയങ്കര രസമുണ്ടല്ലേ? കുറെ ആൾക്കാർ ഇപ്പൊ കമ്പും പിടിച്ചിട്ട് വരുന്നുണ്ട്. അതെ, ഇവിടെ കുറെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത്. അതാ ഇത് തന്നെ, ഇതാണ് മാംഗോ കൗണ്ടി റിസപ്ഷൻ ഓഫീസ്. രസമുണ്ടല്ലേ? രസമുണ്ട്. പക്ഷെ വരുന്ന വഴി അത്ര രസമില്ല. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. സൈക്കിളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ എത്തി. പപ്പയ്ക്ക് ചെറിയൊരു കോള്. ഇതാ മമ്മി, പപ്പ, ഷാറോൺ. റിസോർട്ടിന്റെ ഉള്ളിലൊക്കെ രസം. ഇവിടെ സൈക്ലിംഗ് ഒക്കെ. ഇവിടെ സൈക്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാ തോന്നുന്നു. ഇവിടെ കണ്ട ഇങ്ങനെ നമ്മുടെ റോഡൊക്കെ കറക്റ്റായിട്ട് ലൈൻ ചെയ്തിട്ടേക്കുന്നത്. ഇവിടെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കണ്ട ഇങ്ങനത്തെ വണ്ടി, ബഗ്ഗി. ഇതാ കാണിച്ചു തരാം. ബഗ്ഗി ഇതാണ് ഇവിടെ ഇങ്ങനെ ബഗ്ഗി ഉണ്ട്. യെല്ലോ ബഗ്ഗി ഉണ്ട്. പിന്നെ ഇതാ അവിടെ നിന്ന് ആ ഷെഡിൻ്റെ ഉള്ളിൽ സൈക്കിൾസ് ഉണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. നമുക്കിങ്ങനെ പോവാം. ഇവിടെ കൂടെ ഇങ്ങനെ ഈ ചുറ്റും ഇങ്ങനെ സൈക്കിൾ ഓടിക്കാൻ പറ്റും. മറ്റേ 2 ഞാൻ കാണിച്ചു തരാം. ഇത് ട്രാംബലിൻ, ചാടാം, ബാസ്കറ്റ് ബോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവം, കുറച്ച്
തന്നെ 2 സീറ്റുള്ള 2 പേർക്ക് ഇരിക്കുന്ന സൈക്കിളിൽ അതിവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ആയിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ സെറ്റ് സാധനം അത് നമുക്ക് എനിക്കും പപ്പയ്ക്കും കൂടി എടുത്തിട്ട് പോവാം. അത് അടിപൊളിയാണ്. എന്താ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി റിസപ്ഷൻ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ മാംഗോ കൗണ്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ചെയ്തോ? ആ, അല്ലെങ്കിൽ ഓട്ടോ ലോക്ക് ആവും തനിയെ. ഇവിടെ യെല്ലോ കളർ ബഗ്ഗി ഉണ്ട്. ബഗ്ഗി അല്ല, ബഗ്ഗി. ആ ഇവിടെ ആനയുണ്ട്. ആനയുണ്ട്. ഞാൻ കാണിച്ചു തരാം സൈക്കിള്. ഓ, അത് അപ്പുറത്താ. അവിടെ വരെ പോകണ്ട, എനിക്ക് വയ്യ. ആനയുണ്ട് ഇവിടെ, നല്ല ആനയുണ്ട്. പിന്നെ ഇതാ റിസപ്ഷൻ. നേച്ചർ ഫ്രണ്ട്ലി ആ തോന്നുന്നു. ഇവിടെ അവിടെ കണ്ട, ഇവിടെ കിളികളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഹലോ 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 കണ്ട, കിളികളുണ്ട്. വേറെ നേച്ചർ ഫ്രണ്ട്ലി ആണ്. കാക്കൻ കിളിയൊക്കെ പോകുന്നുണ്ട്. ഏ കിളി, ഏ കിളി, ഏ കിളി, അതൊച്ച വെച്ചു. ദേ നിന്റെ പേരെന്താടാ? വീഡിയോയിലെടുക്കും. അയ്യോ, അവരുടെ ഒച്ച കേട്ട ഞാൻ തന്നെ പേടിച്ചു. ഗൈസ്, അങ്ങടേക്ക് കുറേ റോഡുണ്ട് കേട്ടാ. ഞാൻ പറയാ, അങ്ങടേക്ക് കുറേ ഉണ്ട്. നീളത്തിലൊരു ഭാഗത്തുണ്ട്. നമുക്ക് സൈക്കിൾ ഓടിച്ച് പോയി നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇത് കണ്ട, മറ്റേ ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത്. 2 ആൾക്ക് ഇരിക്കാവുന്ന 2 പെഡലുള്ള സൈക്കിള്. ഇത് അടിപൊളിയാണ്. ഇതിൽ ഞാനും പപ്പയും കൂടെ നമുക്ക് അങ്ങ് പോവാം. അങ്ങ് പോയിട്ട് കാണാം. പിന്നെ ഇതാണ് ആ കാളയും പോത്തും ആ ചേട്ടനും. പിന്നെ ഇതിങ്ങനെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട്. എല്ലാം മാംഗോൻ്റെ ഒരു അത് പപ്പായ റൂം. ഇതാ കുറേ കിളികളൊക്കെ കിടന്ന് ചിലക്കുന്നുണ്ട്. അത് നോക്ക്, അത് നോക്ക്, മറ്റേ വെള്ളം ഇങ്ങനെ ഒഴുകുന്നേ. മറ്റേ ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. ഇത് ചെറിയൊരു പാർക്ക് പോലെ. ബാഗ് വെച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് ചുറ്റിക്കറിയും കാണാം. ബാക്കിൽ ഇട്ടോടെ സർവീസ് പാർക്കിംഗ്. നോ താങ്ക്സ്. മമ്മി തന്നെ തൂക്കിക്കോ. ഓ മൈ ഗോഡ്, അത് ഇതെന്താ ഇപ്പം എൻ്റെ ക്യാമറ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നത്? സൈക്കിൾ ഓടിക്കുന്ന കുട്ടി. റെസ്റ്റോറൻറ്റ്, ഇതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. വടവശം ഒന്നും ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ ടൈം अभी तो लंच के लिए सब रेडी कर रहे हैं, इसलिए थोड़ा बिजी है. ഹലോ ഗായ്സ്, ഞങ്ങളിവിടെ മടുത്ത് മുട്ടയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്ന് വെയിറ്റ് ചെയ്യാണ്. സമയം ഒരു പക്ഷേ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തോണ്ട് ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ റെഡി ആവണേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് ഒരു വെയിറ്റ് ചെയ്യും. എവിടെ ചോറ് എവിടെ? ഇത് ഫുള്ള് ഇതും അതും പപ്പ തിന്നത്തെ. എന്നിട്ട് അതിലുള്ളതെല്ലാം പപ്പ ഒറ്റയ്ക്ക് തിന്ന. പിന്നെ ഇല്ലേ, ഞാനില്ല, എനിക്ക് കാണാൻ പറ്റൂല. റെസ്റ്റ് എടുത്തിട്ട് മതി, കഴിവില്ല. കുറച്ച് കഴിയട്ടെ. നമ്മൾ ഈ കറിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അവർക്ക് ലാഭം ഉണ്ടായി കൊടുത്തു. അപ്പൊ അതിന്റെ കാശ് നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാം.
നോക്ക് എത്ര ഈ കറി നോക്ക്. രസം എടുത്തില്ല, ഈ കറി, അവിയലുണ്ട്, സാമ്പാറുണ്ട്, തൈരുണ്ട്, മീൻ കറിയുണ്ട്. അല്ല പപ്പേനെ പ്ലേറ്റ് വേണേ കണ്ടോ നന്നായിട്ട്. പപ്പയ്ക്ക് ഒരു കറി മതി ചോറിന്. അതിലൊന്നുമില്ല. ഒരു മീൻ കറി, ഒരു ചോറും മതി. അപ്പൊ പിന്നെ അവിയൽ ഞാൻ കഴിച്ചില്ലേ? അവിയലേ ആകെ ഉപ്പ് അവരും ഉപ്പയും കഴിക്കും. പിള്ളേര് മുതലാക്കി ഞാൻ മാത്രമേ ഉള്ളൂ. അത് ശരിയാ. ചിക്കൻ ഞാൻ മുതലാക്കി കഴിച്ചു, പക്ഷെ ചോറും ഒരു കറിയും മാത്രമേ കഴിച്ചുള്ളൂ. ഇത് ഞാൻ മുതലാക്കിയിട്ടുണ്ട്. അത്ര എന്നെ കൊണ്ട് പറ്റില്ല. ആണോ നല്ല ചിക്കൻ. അപ്പൊ എന്താ അപ്പൊ ഇങ്ങനെ പക്ഷെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ആരുമില്ല വേറെ. നമ്മളും ആ നിക്കുന്നവർ. അല്ല രാവിലെ ഒന്നും കഴിക്കാക്കാൻ കഴിക്കൊക്കെ കാണാം. ഇവിടെ അവരുടെ അടുത്ത് പറയാം നമുക്ക് രാവിലെ ഒന്നും കഴിച്ചില്ലാന്ന്. ഈ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത് കാണാം. സ്വിമ്മിംഗ് പൂൾ അതാണ് ഏറ്റവും മെയിൻ. ഒരാൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് മടുത്തോടെ കിടപ്പുണ്ട് കേട്ടോ, ക്ഷീണിതനായി. സ്വിമ്മിംഗ് പൂൾ കണ്ടില്ലല്ലോ. സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഉണ്ടായിരുന്നതാ സ്വിമ്മിംഗ് പൂളിൽ? ഒരാൾക്ക് ഇപ്പോഴും കയറാൻ തോന്നിയിട്ടില്ല അവിടെ നിന്ന്. ഇതായിരിക്കുന്നു, നിങ്ങൾ വരാൻ ഉദ്ദേശമില്ലാന്ന് തോന്നുന്നു. വാ ഷാരു, ഷാ പിടിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. പഴം പോയി ആൻഡ് ഓണിയൻ പക്കവട കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അന്ന് നോക്കണ്ട ഐസ്ക്രീം കഴിച്ചു. പപ്പ അതാ ചായ വരുന്നുണ്ട്. ചായ ചായ ഷാരൂഖ് ഖാൻ ഒനിയൻ പക്കോട എവിടെ? ഒനിയൻ പക്കോട വിൽക്കാം. അയ്യോ ഷുഗർ. പഴംപൊരി 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 വന്നു. നമ്മളിനി കഴിക്കാനത് ചായ ചായ സമൂസ ചോദിച്ചു സമൂസ അത് പുതിയ ജനറേഷൻ ഏരിയ. അവർക്കിപ്പോൾ പ്ലേ ഏരിയയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേ ഏരിയ ബട്ട് അതുണ്ടാവും. ഭയങ്കര വലിയ ക്യാരംസ് കളിക്കാരാണ്. വീട്ടിൽ വെറുതെ ഇരുന്നാലും കളിക്കാത്ത സാധനമാണ്. അവർക്ക് റിസോർട്ടിൽ വന്നപ്പോൾ ക്യാരംസ് കളിക്കാൻ വന്നേക്കുന്നത് അല്ലടാ. ഷാരു അതിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ. ശരി ബാ നമുക്ക് കളിക്കാം. ഇനി മമ്മിയില്ലേ ഇപ്പഴത്തെ ഈ വൈറ്റ് ബോൾ ഇല്ലേ എവിടെയാണോ ഞാനിപ്പോ അടിച്ച് ഇവിടെ ആക്കി അത് മമ്മി ഇവിടെ നിന്ന് അടിക്കണം. അടിച്ചോ അതല്ല അത് പറ്റില്ല വൈറ്റ് ബോൾ തന്നെ അടിക്കണം. വൈറ്റ് വേണം, വൈറ്റ് മാത്രം അടിക്കാൻ പറ്റും. ക്യാരം പോലെ തന്നെ സ്ട്രൈക്കർ വെച്ചിട്ടല്ലേ അത് അടിക്കാൻ. ഇവിടെ ബിവേർ ഗാർഡ് ഡോഗ് ഓൺ ഡ്യൂട്ടി പറഞ്ഞു. ഇതാണോ നിങ്ങളുടെ ഗാർഡ് ഡോഗ്? അല്ല കേട്ടോ, ഇത് ഇവിടുന്ന് എവിടെന്നോ കയറി വന്ന 2 ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നു. കുട്ടീഷ് ഹലോ. അവര്
മാന്തും ചിലപ്പോ. ചെറുത് മാന്തിയാലും കേൾക്കും. ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കും. ബ്രദേഴ്സ് ആണെന്നാ തോന്നുന്നത്. ഹലോ എവിടെ? ഇത് ഗാഡ് ഡോഗ്. എല്ലാലേ ഇതാണ്ടാ, ഇതാണ് സൈക്കിൾ സ്ഥലം. നമുക്ക് പോയിട്ട് അവരെ ഹലോ ഇവിടെ വാ, ഇവിടെ വാ. ഇവര് റിസോർട്ടിൽ എൻജോയ് ചെയ്യാൻ വന്നതാ. പോലെ പോലെ അതാ നിൽക്കുന്നു. പോയി അവരുടെ പാട്ടിന് പോയി. അങ്ങനെ നമ്മുടെ റിസോർട്ട് ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ നമ്മളെല്ലാം എൻജോയ് ചെയ്തു. സൈക്ലിങ്, ബോട്ടിങ് ചെയ്തില്ല, അവിടെ ആളെ കാണാനൊന്നുമില്ല. സൈക്ലിങ് ചെയ്തു, ബോട്ടിങ് അല്ല ഇപ്പൊ ഷാറൻ ട്രാംപോളിൻ ചെയ്യാൻ പോവുക. അപ്പൊ നമ്മളിവിടെ ഇവിടെ 5 മണിയായി. നമ്മളെല്ലാം ഇവിടെ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങളെല്ലാം ഫുൾ വീഡിയോ കാണുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.